എന്താ പറയുക കമ്മിറ്റഡ് ആണെന്നുള്ള ടെക് സ്റ്റുഡൻ്റ് ആണ്. ആവശ്യമില്ല, ഇൻഡിപെൻഡൻറ്റ് ഒരെണ്ണം തന്നെ എന്താ തോന്നി. ഓക്കെ, ആർ യുവർ പാരൻറ് ഫോണിൻ്റെ സെറ്റിങ്സ് പറഞ്ഞു. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. എന്നെ കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, ഇന്നൊരു Q&A വീഡിയോ ആണ്. പിന്നെ ഒരു 5K ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ. അൽഹംദുലില്ലാഹ്, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ആ കാര്യത്തിൽ. അപ്പോൾ എന്താ, ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഇൻസ്റ്റയിൽ Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ആൻസർ ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസിനും. എല്ലാ ക്വസ്റ്റ്യൻസൊന്നുമില്ല, ഒരു 10-15 ക്വസ്റ്റ്യൻസാണ് ഞാൻ വിചാരിക്കുന്നത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ റെഡിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, കമ്മിറ്റഡ് ആണോ എന്നുള്ളത്. ഞാൻ മാരീഡാണ്. എന്താ പറയുക, ഞാൻ മാരീഡാണ് കേട്ടോ. ഇനി കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ മാരീഡാണ്. പിന്നത്തെ ഒരു ക്വസ്റ്റ്യന്, ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ്. ഞാൻ മെയിനായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് CapCut-ലാണ് കേട്ടോ. ഇനി ഫോട്ടോസ് ഞാൻ എഡിറ്റ് ചെയ്യൽ സാധാ നമ്മുടെ ഐഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ്, അല്ലാണ്ടൊന്നും ചെയ്യലില്ല. ഓക്കെ, പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ്, എൻ്റേത് ഓയിലി സ്കിന്നാണ് കേട്ടോ, പക്ക ഓയിലി സ്കിന്നാണ്. പിന്നെ വെതർ അനുസരിച്ച് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും, അതെല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നം തന്നെയാണ്. പിന്നെ വാട്ട് ആർ യു കറന്റ് ഡൂയിങ്, ഐ മീൻ സ്റ്റഡീസ് ഓർ ജോബ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു BTech സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഏകദേശം ഒരു 6 മന്തൊക്കെ കഴിഞ്ഞു ഇപ്പോൾ. പിന്നെ ഞാനൊരു കുറച്ചൊരു ഗ്യാപ്പ് എടുത്തതാണ്. എനിക്കൊരു നല്ലൊരു കോഴ്സ് ഫൈൻഡ് ചെയ്യണം. അതേപോലെ എന്തായാലും 2026 ഇൻഷാ അല്ലാഹ് ഇതിനൊരു ഇതാവും. ഈ ഒരു 25 ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം അതുപോലെ തന്നെ നടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താവും എന്നുള്ളത് അറിയില്ല, മൈൻഡിൽ കുറേ ഐഡിയകളുണ്ട്. ഓക്കെ, പിന്നെ ആഫ്റ്റർ +2 BTech ആണോ എടുത്തത്, പിന്നെ എന്തൊക്കെ കോഴ്സ് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ +2 കഴിഞ്ഞ് BTech ചെയ്തു. BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സാണ് ഞാൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മേക്ക് ഓവർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. എനിക്ക് ആദ്യമേ ഇൻട്രസ്റ്റഡ് ആണ് ഞാനതിന്. പിന്നെ അന്നൊന്നും വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. എൻ്റെ പക്ക ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് BTech അതിൽ നിന്ന് ഞാൻ ഉഴപ്പമെന്നുള്ളൊരു പേടിനെന്ന് ഉഴപ്പും ചെയ്തിട്ടുണ്ട്. മേക്ക് ഓവർ പഠിച്ചപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ഫുള്ള്. പിന്നെ നമുക്ക് കയ്യിൽ ക്യാഷും കൂടെ കിട്ടല്ലേ, നമ്മളൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ പിന്നെ നമ്മൾ അവനവൻ്റെ വൈക്കാവല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉഴപ്പലൊക്കെ എല്ലാം ഉണ്ടായിട്ടുണ്ട് എനിക്ക് സ്റ്റഡീസിൽ. പിന്നെ അതൊക്കെ ഞാൻ റിക്കവർ ചെയ്തെടുത്തു, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടു കഴിഞ്ഞാലും ഞാനത് എൻ്റേതായിട്ടുള്ള രീതിയിൽ അനുകരിക്കണം. അപ്പോൾ എനിക്ക് ഫാഷൻ, ഇപ്പോൾ ഒരാൾ ഉടുപ്പൊക്കെ തുന്നണ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് പഠിക്കാൻ തോന്നും. അപ്പം ഞാൻ ജസ്റ്റ് അറിയില്ലെങ്കിലും അതിലൊന്ന് തലയിട്ട് നോക്കും. ലവ് ഓർ അറേഞ്ച്ഡ് മാരേജ്, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇതിനുള്ള ആൻസർ ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അതാവും ബെറ്റർ. ഓക്കെ, കാരണം ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഓക്കെ, അത്ര വലിയ സ്റ്റോറി ഒന്നല്ല കേട്ടോ. പിന്നെ ഇനി അടുത്തത്, ഫേഷ്യൽ ഹെയർ റിമൂവിനെ കുറിച്ച് പറയുമോ? വൈ നോട്ട്. ഓക്കെ, എനിക്ക് അത്യാവശ്യം നല്ല ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. ഞാൻ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരു കൂട്ടത്തിലും കൂടെയാണ്. ഞാൻ റൈസർ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യൽ. ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റൈസർ വെച്ച് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു 3 കളേഴ്സ്, ഒരു യെല്ലോ, പിങ്ക്, ബ്ലൂ, ആ ഒരു കളേഴ്സിൽ വെച്ചിട്ടുള്ള. പക്ഷെ ഞാൻ പറയും അത് വെച്ച് ചെയ്യരുതേ എന്നുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു റൈസറിൻ്റെ, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു റൈസറുണ്ട്, അത്യാവശ്യം നല്ലതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവും ബെറ്റർ. ഞാൻ റൈസർ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യൽ. ഇൻഷാ അല്ലാഹ് എനിക്ക്
എന്താ പറയുക ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ എന്നോട് തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ ഇപ്പോൾ കാരണം ഹെയർ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല, പക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസ് ഹെയർ നല്ല ഗ്രോ ഉള്ള ഒരാളാണെന്ന് മനസ്സിലാവും. അപ്പം എന്നോട് ഞാൻ പാർലറിലൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിക്കും എന്താ ചെയ്യണത്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഓക്കെ ആവും, ഇനി റൈസർ വെക്കണ്ടെന്നൊക്കെ ഓരെന്നെ പറഞ്ഞു തരും. പിന്നെ ഞാൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ വാക്സ് ചെയ്യലുണ്ട്. പാർലറിൽ പോകുമ്പോൾ മീൻസ് അവരെന്നെ അങ്ങോട്ട് ട്രാപ്പാവും, കാരണം ഹെയർ റിമൂവ് ചെയ്തിട്ട് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഹെയർസാണ്. പിന്നെ പെട്ടെന്നൊന്നും കിട്ടൂല, വാക്സ് ചെയ്താൽ ഭയങ്കര വേദനയാണ്. എനിക്ക് അത് വേദന ഒന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അതെങ്ങനെയും പോയി കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അത്. പിന്നെ അങ്ങനെ പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി മോഡേൺ ആണ്. എൻ്റെ രീതിയിൽ ഞാൻ ഭയങ്കര മോഡേൺ ആണ്. ഞാൻ ഇടാത്തൊരു ഡ്രസ്സും ഇല്ല. അത് പിന്നെ ലൊക്കേഷൻ അനുസരിച്ച് ആണ് ഞാൻ ചൂസ് ചെയ്യല്. ഓക്കെ, മീൻസ് നമുക്ക് എന്താ പറയുക, അപ്പോൾ ഇതിന് ആൻസറായിട്ട് പറയാം, എൻ്റെ രീതിയിൽ മീൻസ് ഞാൻ ഓക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മീൻസ് എൻ്റെ ഹെയർ കാണുന്നില്ല, ശരീരം എവിടെയും കാണുന്നില്ല, അങ്ങനൊക്കെ ഒരു തോട്ടന അതിപ്പോൾ കാണിച്ചിട്ട് മോഡേൺ ആവുന്നില്ല. മോഡേൺ നമുക്ക് പല രീതിയിൽ കാണാം. അത് ഓരോരുത്തരുടെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക ഫാഷൻ എന്താ പറയുക മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, യുവർ ക്ലിയർ സ്കിൻ ജേർണി അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. നിങ്ങൾക്കത് പോയി കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പ്ലേസ് എവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ MEA കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഇനി എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് പാണ്ടിക്കാട് ആ ഒരു ഭാഗത്തേക്കാണ്. ഓക്കെ, അപ്പം ഞാൻ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. അത് എൻ്റെ കംഫർട്ടബിളിനനുസരിച്ച് ഞാൻ എൻ്റെ വർക്കും അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ അവിടെ നിൽക്കാറുണ്ട്, ഞാൻ ഇവിടെ നിൽക്കാറുണ്ട്, അങ്ങനെയാണ് ഉണ്ടാവല്. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ആർ യു പാരൻ്റാണ്? ഇല്ല, ഞാൻ പാരൻ്റല്ല. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, മീൻസ് കുട്ടികളൊന്നുമില്ല, ഹസ്ബൻഡ് പിന്നെ ഞാൻ. ഓക്കെ, വിച്ച് ഫോൺ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്, ഞാൻ iPhone 13 ആണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ഫോണാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നല്ല ക്ലാരിറ്റി ആണെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് വീഡിയോ ചെയ്യണേ, ഫോണിൻ്റെ സെറ്റിങ്സ് പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഫോണിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, iPhone 13 എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എടുക്കാറ്. ഓക്കെ, എനിക്ക് വേറൊരു ഫോൺ വേണം തോന്നിയിട്ടില്ല. കാരണം ഫോൺ വേണം തോന്നിയിട്ടുണ്ട്, മീൻസ് സിനിമാറ്റിക്കിൽ നമുക്ക് 2x 1x ഒന്നുമില്ല, അപ്പോൾ അതെനിക്കൊരു ലിമിറ്റേഷനായി തോന്നിയിട്ടുണ്ട്. ബാക്കി ക്ലാരിറ്റിയുടെ കാര്യത്തിൽ അടിപൊളി ഫോണാണ്. പിന്നെ എനിക്ക് എവിടെയും മീൻസ് ഇതിലും കൂടുതൽ ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഭാവിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൂടെ? ഇൻഷാല്ലാ എനിക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കിലാക്കുമെന്ന് എനിക്കൊരറിയില്ല. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു എന്താ പറയുക ആർക്കോ വേണ്ടി എന്തൊക്കെയാ. പിന്നെ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഹാപ്പി, കുറേ പേര് എന്തൊക്കെയാണ് ചോദിക്കുന്നു, ഞാൻ അതിനനുസരിച്ച് പറയുന്നു. അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഐ ആം സീറോ. ഓക്കെ, പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അതാണ് എനിക്കൊരു സങ്കടം. പിന്നെ ഞാൻ കുറേ എന്തൊക്കെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വിചാരിച്ച പോലെ ആവുന്നില്ല. ഒക്കെ കുറേ പ്രശ്നങ്ങൾ. പിന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്, ഹസ്ബൻഡ് കൂടെയാണോ താമസം? ഞാനിപ്പോൾ നാട്ടിലാണ്. 4 മാസം ഞാൻ മധ്യപ്രദേശ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് 2 ആഴ്ചയായി. എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ്, മീൻസ് ഫാമിലിയുടെ കൂടെയാണ്. ജോബ് ഞാനിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. പിന്നെ വേറൊന്നും ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നു. ഇനി സെൽഫ് ഡെവലപ്മെൻറ്റ് റൂട്ടീൻസ്. സെൽഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അത്ര വലിയ ഹൈപ്പിൽ നിൽക്കുന്നതാണ്. ഞാൻ എപ്പോഴും എന്ത് കണ്ടു കഴിഞ്ഞാലും ഞാനത് ട്രൈ ചെയ്ത് മീൻസ് എന്നെക്കൊണ്ട് അത് വർക്ക് ആവുമോ എന്ന് നോക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇപ്പോൾ ഒരാൾ ക്രോഷേ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് എന്ത് ചെയ്യും, സാധനങ്ങൾ മേടിച്ച് ഞാനത് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ഇട്ട് പോകും. പക്ഷെ അതിൻ്റെ ആ ഒരു ഐഡിയ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കും. അതേപോലെ തന്നെ തുന്നൽ
മീൻസ് പൗച്ച് മേക്കിംഗ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ പോയി അത് പഠിച്ചെടുക്കും. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്തെടുക്കണം. ഞാൻ അങ്ങനെയാണ്. എന്തുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ ഇരിക്കാണ്ടിരിക്കുക. പിന്നെന്താ പറയുക, ടൈം ഉണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് എഴുതിയാണ്ട് ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എല്ലാവർക്കും ഉണ്ട് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ, ഉമ്മ, ഞാൻ, എനിക്കൊരു അനിയത്തി, പിന്നെ ഒരു അനിയന്. ഞങ്ങൾ 5 പേരാണ് ഉള്ളത്. ഗിവ് അവേൻ്റെ കാര്യം ഞാൻ തിരഞ്ഞെടുത്തിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുടെ ഒരു അഡ്രസ്സും ഇല്ല. ഓക്കെ, ഗിവ് അവേ ഇൻഷാല്ലാ ഇനി നമുക്ക് മുന്നോട്ട് ഒരുപാട് ഗിവ് അവേസ് നമുക്ക് വെക്കാം. കണ്ടന്റ് ക്രിയേറ്റർ ആവാനുള്ള മോട്ടിവേഷൻ എന്താണ്? ഓക്കെ, അതായത് ഇതൊരു ലോങ് സ്റ്റോറിയാണ്, പക്ഷെ ഞാനിത് ഷോർട്ടാക്കി പറയാം. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യുന്നതും ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ. പണ്ട് മ്യൂസിക്കലി ടിക്ടോക്കിലൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ ടൂ മച്ച് ഓർത്തഡോക്സ് ആണ്. ഞാൻ പറഞ്ഞു, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തേലൊക്കെ ഭയങ്കര ആക്റ്റീവായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പം എനിക്കിതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇവിടുന്നുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യണം. പിന്നെ എൻ്റെ മാരേജിന് ശേഷമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയത്. കാരണം എനിക്ക് അവിടുന്ന് നല്ലൊരു സപ്പോർട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എവിടെ വെച്ചിട്ടും മീൻസ് ചെയ്യണ്ട, അങ്ങനെ ആക്കണ്ട, അതൊക്കെ നടക്കുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും എവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഈ ചെയ്യുന്നുള്ള ഒരു മോട്ടിവേഷനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അത് ചെയ്തു നോക്ക്, ഇത് ചെയ്തു നോക്ക്, നടക്കും, അങ്ങനെയുള്ള സപ്പോർട്ടുകളാണ് എനിക്ക് കൂടുതൽ പോസിറ്റീവാണ് എനിക്ക് കൂടുതലും കിട്ടിയത്. പിന്നെ അതായത് ചെയ്തു, പക്ഷെ പഠിപ്പിന് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ അന്ന് ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. പക്ഷേ എനിക്കങ്ങനെ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാനിത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. കാരണം നടക്കില്ല എന്ന് മനസ്സിലായി. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഉള്ളത് പറയാമല്ലോ. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ വീഡിയോ ചെയ്തു വന്നപ്പോൾ പിന്നെ എൻ്റെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ലാണ്ടായി. പിന്നെ അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ കുറേ പേരിനെ കളിയാക്കൊക്കെ ചെയ്യുന്നു. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം വരെയൊക്കെ ഞാൻ ഏറ്റെടുത്തു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കാര്യം നോക്കി നിൽക്കാൻ ടൈമൊന്നുമില്ല. ഓരോരോ ഭാഗത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകും. അങ്ങനെ പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പോസിബിലിറ്റീസ് അനുസരിച്ച് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റക്കായി നിൽക്കേണ്ടി വരും. ഓക്കെ, നമ്മളാരും വന്നിട്ട് മീൻസ് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നത്, പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പം അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ വേണം. പിന്നെ നമുക്ക് ചുറ്റും എന്താ പറയുക, കുറേ നെഗറ്റീവിലുള്ള ആളുകളെ നമ്മൾ കാണുന്നതാ. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ നമുക്ക് എന്താണ് ഒരു ത്വരയാണ് ജയിച്ച് കാണിക്കണം എന്നുള്ളത്. എനിക്കൊക്കെ അങ്ങനത്തെ എനിമീസൊക്കെ ഇഷ്ടം പോലെയാണ്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് എങ്ങനെയെന്നുള്ളത് ഓരോയിടയിലേക്ക് കാണിച്ച് അച്ചീവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട് എപ്പോഴും. യെസ്. എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ എടുക്കുന്ന സപ്ലിമെൻറ്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ നല്ല ലോസ് ആവുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല ഹെയറുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഹെയർ കൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കൊഴിയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിലാണ്. ഒരു 15 days കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇനി അതിന് ശേഷം ബാക്കി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഹെയർ കെയർ ഓക്കെ, എൻ്റെ ഇതുവരെയുള്ള ഹെയർ കെയർ ശരിയായിരുന്നു. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ സ്റ്റക്കാണ്. അപ്പോൾ ഇതിന്നൊക്കെ ഒന്ന് റിക്കവർ ആയതിനു ശേഷം ഞാൻ ഹെയർ കെയർ ചെയ്യും ഇൻഷാല്ലാ. അഫോർഡബിൾ ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്. ഓക്കെ, ഇതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അതാവും ബെറ്റർ. മേക്കപ്പ് ഡീറ്റെയിൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ, മേക്കപ്പിന് പറ്റിയ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കിന്ന് എത്രത്തോളം അടിപൊളിയാണോ അത്രത്തോളം നല്ലൊരു മേക്കപ്പ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്ക് എന്നും പ്രൈമർ ഇട്ടിട്ടും അതേപോലെ തന്നെ കുരുകളൊക്കെ ഹൈഡ് ചെയ്തിട്ടും കളർ കറക്റ്റ് ചെയ്ത് അത് കൺസീൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് എപ്പോഴും നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നേരെ മറിച്ച് നിങ്ങളുടെ നല്ലൊരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റെപ്സൊക്കെ കുറച്ചിട്ട് നല്ലൊരു മേക്കപ്പ് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കിൻ കെയറിൽ ഫോക്കസ് ചെയ്യുക. നല്ലൊരു സ്കിൻ
സ്കിൻ ടോൺ എങ്ങനെയായാലും കുഴപ്പമില്ല, പക്ഷേ സ്കിന്ന് നമ്മുടെ ബേസ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മേക്കപ്പ് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെപ്പോഴും നിങ്ങളൊരു മൈൻഡിൽ വെക്കുക. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ. ബേസ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളും ചെയ്യണം, ഒരുപാട് ലെയേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഒരു ലുക്കിൽ കാണാൻ വേണ്ടി പറ്റും. യുവർ ഏജ് 20s. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഏജ് എനിക്ക് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യും. എന്നിട്ട് കമൻറ്റിൽ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ ലവ് സ്റ്റോറിയാണ് കുറേ പേര് ചോദിക്കുന്നത്. ഇൻഷാല്ലാ നമുക്കൊരു 100K ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ കപ്പിളായിട്ട് ഇരുന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ ഒരു ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസാണ് കുറേ പേര് ചോദിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഞാൻ മോർ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ഇടണം ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരൊക്കെ കൂടെ ഇരുന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് ഭാവിയിൽ Q&A ഒക്കെ ചെയ്യാം. അപ്പം നിങ്ങൾക്കിത് എന്താ തോന്നുന്നത് എൻ്റെ സ്റ്റോറീസൊക്കെ കണ്ടിട്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.